1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലെ മിനാമി കനോൺമച്ചി. അന്നൊരു മൂടിക്കെട്ടിയ ദിവസമായിരുന്നു. സമയം രാവിലെ 8:15. 8 വയസ്സുകാരി അയാനോ ഹിരോഷിമ അടുത്തുള്ള എലിമെന്ററി സ്കൂളിലെ 3rd ഗ്രേഡ് വിദ്യാർത്ഥിയാണ്. അവൾ ഗ്രൗണ്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത് സ്കൂൾ ഗേറ്റിനടുത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് കാഴ്ച മങ്ങി. പതിയെ അത് മുഷിഞ്ഞ ചുവപ്പായി. ഒപ്പം വലിയൊരു ശബ്ദവും കേട്ടു. മറിഞ്ഞു വീണു. കണ്ണു തുറന്നു നോക്കുമ്പോൾ തകർന്നടിഞ്ഞ സ്കൂൾ കെട്ടിടത്തിനടിയിലാണ്. അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ചെറിയ വെളിച്ചം വരുന്നുണ്ട്. അയാനോ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് പുറത്തെത്തി. തൊട്ടു മുൻപ് കണ്ട സ്കൂളും പരിസരവുമായിരുന്നില്ല അത്. നിമിഷങ്ങൾ കൊണ്ട് എല്ലാം ഇല്ലാതായി. വയ്യെങ്കിലും വേച്ചുവേച്ചവൾ വീട്ടിലേക്ക് നടന്നു. പോകും വഴിയെല്ലാം ചാരവും പുകയും മാത്രം. തിരിച്ചറിയാത്ത കുറെ മൃതദേഹങ്ങളും. വീട്ടിലെത്തിയ അവൾ അമ്മയെ വിളിച്ചു. അവർ വീടിനുള്ളിലെ അണ്ടർഗ്രൗണ്ടിൽ സുരക്ഷിതയായിരുന്നു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അയോന ശ്രദ്ധിച്ചത്. 2 കാലുകളും പൊട്ടി ചോരയൊലിക്കുകയായിരുന്നു. അവിടെ നിന്ന് 3.5 കിലോമീറ്റർ അകലെയാണ് അമേരിക്ക അണുബോംബിട്ട സ്ഥലം. 1.5 വർഷം മുൻപാണ് അച്ഛന്റെ ജോലിമാറ്റവുമായി ബന്ധപ്പെട്ട് അയോനോയും കുടുംബവും സ്വന്തം നാടായ നാഗസാക്കിയിൽ നിന്ന് ഹിരോഷിമയിലെത്തിയത്. ദുരന്തത്തിന് ശേഷം കുടിക്കാനും കഴിക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. 2 ദിവസം പിടിച്ചുനിന്നു. 3-ാം നാൾ സ്വദേശത്തേക്ക് തിരിച്ചു. അയോനോയും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലെത്തി. അവരറിഞ്ഞിരുന്നില്ല അന്ന് രാവിലെ 11:02 അവിടെയും അണുബോംബ് വർഷിച്ചെന്ന കാര്യം. ചെന്നു കയറിയത് തീപ്പടർപ്പ് ചാരമാക്കിയ നഗരത്തിലേക്കാണ്. അടുത്ത ദിവസം തന്നെ നാഗസാക്കിക്ക് വടക്കുള്ള മിച്ചിനോയിലെത്തി. മുത്തച്ഛന്റെ നാടാണത്. വഴിയിൽ വെന്തുമരിച്ച മനുഷ്യർ നിരവധിയായിരുന്നു. തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമായിരുന്നു. പാതി വെന്തവരുടെ ഞരക്കവും കേൾക്കാം. അയോനോയുടെയും കുടുംബത്തിന്റെയും അതിജീവനം പ്രയാസമുള്ളതായിരുന്നു. 1968 അയോനോയ്ക്ക് സർവൈവൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഹിരോഷിമയിൽ ബോംബിംഗ് സമയത്ത് ഉണ്ടായിരുന്നതിന് ടൈപ്പ് 1 സർട്ടിഫിക്കറ്റും നാഗസാക്കിയിൽ അണുബോംബ് ആക്രമണത്തിന് ശേഷം എത്തിയതിനാൽ ടൈപ്പ് 2 സർട്ടിഫിക്കറ്റുമാണ് ലഭിച്ചത്. ദുരന്തമേൽപ്പിച്ച ട്രോമ ഈ 88-ാം വയസ്സിലും അവരിൽ അവശേഷിക്കുന്നു. ജീവിതത്തിന്റെ ഏറിയ ഭാഗവും യുദ്ധത്തിനും ആണവ ആയുധങ്ങൾക്കുമെതിരെ പോരാടാൻ വിനിയോഗിച്ചു. മക്കളും പേരക്കുട്ടികളുമെല്ലാം ആ പോരാട്ടത്തിൽ ഒപ്പം ചേർന്നു. ആണവ ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ഹിബാകുഷ എന്നാണ് വിളിക്കുന്നത്. ഹിരോഷിമയും നാഗസാക്കിയും അതിജീവിച്ച അയാനോ ഇരട്ട ഹിബാകുഷയാണ്. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.